ജില്ലാ സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി CPIM സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ ഉണ്ടായ ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഏറെക്കുറെ വിവാദരഹിതമായിരുന്നു ഇത്തവണത്തെ സമ്മേളനകാലം. 6 ജില്ലകളിൽ പുതിയ ജില്ലാ സെക്രട്ടറിമാർ വന്നു. എല്ലായിടത്തും ഏകകണ്ഠമായായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇന്നലെ കുന്നംകുളത്ത് സമാപിച്ച തൃശൂർ സമ്മേളനത്തോടെയാണ് CPIMന്റെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായത്. സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന കൊല്ലത്ത് തുടങ്ങി തൃശൂരിൽ അവസാനിച്ച ജില്ലാ സമ്മേളനങ്ങൾ പാർട്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള നിയന്ത്രണവും സ്വാധീനവും ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് കൊടിയിറങ്ങുന്നത്. സർക്കാരിനെ പൊതുവിലും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായും പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളേറെ ഉണ്ടായിട്ടും അതൊന്നും ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയോ പ്രശ്നങ്ങളോ ആയി മാറിയില്ല. PV അൻവർ മുഖ്യമന്ത്രിക്കും ഓഫീസിനും പോലീസ് ഭരണത്തിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയിലെ പടയൊരുക്കത്തിന് സൂചനയായി കണ്ടിരുന്നു. അത് തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് തിരിച്ചടി നൽകിയാണ് പാർട്ടിയുടെ നിയന്ത്രണം ഇപ്പോഴും തൻ്റെ കയ്യിലാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതോടെ ജില്ലാ സമ്മേളനങ്ങളെല്ലാം വലിയ വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഐക്യ വിളംബരത്തോടെ പൂർത്തിയാക്കാൻ CPIMന് കഴിഞ്ഞു. അപൂർവം ചില ജില്ലകളൊഴികെ സംസ്ഥാന നേതൃത്വവും കാര്യമായി വിമർശിക്കപ്പെട്ടില്ല. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ പുതിയ ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തു. വയനാടും കാസർഗോഡും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അപ്രതീക്ഷിത മാറ്റമാണ് നടന്നത്. വയനാട്ടിലെ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ വക്കോളം എത്തിയതൊഴിച്ചാൽ എല്ലായിടത്തും തിരഞ്ഞെടുപ്പുകൾ ഏകകണ്ഠമായിരുന്നു. എല്ലാ സമ്മേളനങ്ങളും ഏകകണ്ഠമായാണ് ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിമാരെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായതോടെ ഇനി ശ്രദ്ധയാത്രയും സംസ്ഥാന സമ്മേളനത്തിലേക്കാണ്. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ചാണ് CPIMന്റെ സംസ്ഥാന സമ്മേളനം. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുമെന്ന് ഉറപ്പാണ്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യമായ അഴിച്ചുപണി ഉണ്ടായേക്കും. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.